ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ വിശേഷമാണ്. അപ്പോൾ ഞായറാഴ്ച ദേ പതിവ് പോലെ എണീറ്റു. ഞാൻ പറയാറുണ്ടല്ലോ 10 മണിക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ് നമ്മൾ സാധാരണ പറയാറ്. അപ്പോൾ ഞാൻ ദേ വരുമ്പോഴേക്കും നമ്മുടെ ഡിവൈനും ഡോണും തോമും കൂടിച്ച് മാർക്കറ്റിലേക്ക് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ വന്ന് നോക്കുമ്പോൾ ഡിംപിൾ കിച്ചണിൽ കയറിയിട്ടുണ്ട്. കറികളും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്ന് വലിയ മോശമുള്ള അന്തരീക്ഷമല്ല, എന്നാൽ നല്ല അധികം വലിയ വെയിലും ഇല്ല കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇന്ന് രാവിലെ എന്തിട്ടായിരുന്നു, രാവിലെ നൂലപ്പവും ഡിംപിളിൻ്റെ വക മുട്ടക്കറിയായിരുന്നു. നല്ല പാലൊഴിച്ച മുട്ടക്കറിയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അങ്ങനെ ദേ നമ്മളുടെ ഇന്നലെ കൊണ്ടുവന്ന കൊലയൊക്കെ ഡാഡി ഇതാ രാവിലെ തന്നെ കെട്ടിവെച്ചു. പിന്നെ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കിടക്കുമ്പോൾ ഒന്നും ഒതുക്കാണ്ട കിടന്നിട്ടുണ്ടായിരുന്നു. കാരണം റോബോനെ തുറന്ന് വിട്ടിട്ട് ഞാൻ അങ്ങനെ കിടന്നുറങ്ങുകയല്ലേ ചെയ്തത്. അത് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ കിടക്കുക ചെയ്തത്. പക്ഷേ രാവിലെ എനിക്ക് തോന്നുന്നു ഡാഡിയാണെന്ന് തോന്നുന്നുണ്ട് എല്ലാതും അതാത് സ്ഥാനങ്ങളിലേക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം നൂലപ്പത്തിനുള്ളത് വെള്ളം തിളപ്പിച്ചു. ജസ്റ്റ് ഇതൊന്ന് വെച്ച് ആവി കയറ്റിയാൽ മതി. പുതിയ നൂലപ്പം പോലെ തന്നെയാവും. കാരണം ഇതിനകത്ത് നാളികേരമൊന്നും അവരിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഒരു ദിവസം എന്നോടൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ തലേ ദിവസം പുട്ടൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ രാവിലെ വളിക്കില്ലേന്ന്. അപ്പോൾ ഒരിക്കലും ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി കിടക്കണ നേരമാകുമ്പോഴാണ് കുട്ടികളത് ഉണ്ടാക്കുക. എന്നിട്ട് അത് അടച്ചു വെക്കില്ല. അടച്ചു വെച്ചാലും ആവി പോകാനുള്ള ഓട്ടയുണ്ട്, എന്നാലും അടച്ച് വെക്കാറില്ല. ഒന്ന് പകുതി തുറന്ന് വെച്ചിട്ടാണ് രാത്രിയിൽ വെക്കുക കേട്ടോ. അപ്പോൾ രാവിലെ വരുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. അതായത് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന സാധനം ഒരു ഉച്ചതിരിഞ്ഞ് കഴിക്കുമ്പോൾ ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും ഡോണും പാലൊഴിച്ചിട്ട് കഴിക്കുന്ന ആൾക്കാരാട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ കറി വേണം. അപ്പോഴേക്കും ദേ അവർ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ. അങ്ങനെ ദേ പതിയുംപടി അടുക്കള സജീവമായി. ഇനി ഇതിൻ്റെ ഒതുക്കൽ പണികളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സാരികളുടെ സംഭവങ്ങൾ കുറച്ച് എടുത്തു. സാരികളുടെ വീഡിയോസ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്നിപ്പോൾ നിങ്ങൾ ഇന്നലെ ഡിംപിളിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഈ ചാനലിൽ. അപ്പോൾ അങ്ങനെ അത് ഒരു വഴി കൂടെ. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം കൂടി പറ്റണില്ല. അപ്പോൾ ഡിവൈനും ഡിംപിളും കൂടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഡിവൈനും മോൻ്റെ കാര്യങ്ങളും 2 പേരുടെ ഉള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് ഒട്ടും പറ്റാത്തൊരു അവസ്ഥയായി. എന്നാലും മാക്സിമം ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ അവർ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം എനിക്ക് വയ്യാണ്ടായല്ലോ, ഈ 3 ദിവസം വയ്യാണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് ഇത് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു ഭാഗമെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് സാരിയുടെ സെക്ഷൻ ഡിംപിളായിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്തു തുടങ്ങിയത്. എവിടെ 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ എൻ്റെ തലയിലേക്ക് തന്നെ വരും കേട്ടോ. ഞാൻ ഉഷാറായിന്ന് കാണുമ്പോൾ അവർ എൻ്റെ തലയിലേക്ക് തന്നെ ഇട്ട് തരും. എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ഒതുക്കാൻ നിൽക്കുക. സാധാരണ ഞാൻ ശനിയാഴ്ചയാണ് ഒതുക്കാൻ, ഞായറാഴ്ച സാധനങ്ങൾ കൊണ്ടുവരുമ്പോഴേക്കും. പക്ഷേ ഇന്നലെ എനിക്കത് പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസമായിട്ട് എന്തോ തീരെ വയ്യാത്ത പോലെ ഒരു തോന്നലാണ്. ഇപ്പോഴും തൊണ്ട അങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. തൊണ്ടയിൽ എന്തോ ഒരു കിച്ച് വേറെ ഒന്നുമില്ല. അങ്ങനെ ഞാൻ സാധനങ്ങൾ ഓരോന്ന് ഒതുക്കി. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അത് അഴുക്കല്ല. ഞാൻ ശരിക്കും നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചിട്ടാണ്. അപ്പോൾ എന്തിൻ്റെയൊക്കെയോ കറയാണ് നമ്മൾ ഈ പാത്രങ്ങളിങ്ങനെ ഇറക്കിയും വെച്ചും എനിക്കതൊന്നും എടുത്ത് വാഷ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ശരിക്കും അതെടുത്ത് 2 ദിവസം ഒന്ന് ഒരു സോപ്പ് വെള്ളത്തിലിടുക, അല്ലെങ്കിൽ കല്ലുമ്മ വെച്ചൊന്ന് ഉരച്ചിട്ടൊക്കെ വേണം. അപ്പം അതിനുള്ള സൗകര്യം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ആ ഒരു അഴുക്കല്ല, അതൊരു കറയാണ്. പാത്രങ്ങൾ വെച്ചെടുത്ത് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 6 വർഷത്തോളം ആയിട്ടുണ്ട് ഈ ഫ്രിഡ്ജ്. അപ്പോൾ അതിൻ്റെ മാറ്റിന് അതിൻ്റേതായ ഒരു പഴക്കം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് ഡിസ്പോസിബിൾ പാത്രത്തിലാകുമ്പോൾ നമ്മൾ കാണില്ല. ഇങ്ങനത്തെ ആകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ട്രാൻസ്പാരൻ്റ് ആകുമ്പോൾ നമുക്ക് കാണുമ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കലി എടുക്കും. ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അവിടെ ഇരിക്കും. അങ്ങനെയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ തോമുവിനെ പറ്റിക്കുന്നതാണ്. തോമു എങ്ങനെയാണെന്ന് വെച്ചാൽ മരുന്ന് കഴിക്കാൻ ഒരിത്തിരി വിഷമാണ്. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞു കൊടുത്ത ഒരു അടവാണ്. അവന് ഇങ്ങനത്തെ ജ്യൂസ് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ കൂടെ മെഡിസിൻ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അവൻ കറക്റ്റായിട്ട് അത് കുടിക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഫ്രോസൺ ഫുഡ്സൊക്കെ ഓരോ വശത്തുനിന്ന് വലിയ ബോക്സുകളിൽ നിന്ന് ചെറിയ ബോക്സുകളിലേക്ക് ആക്കണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ ശരിക്കും പറഞ്ഞാൽ ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ മറ്റേ ചിക്കൻ്റെ പാർട്സ് ഉണ്ടായിരുന്നു കുറച്ച്. ഇവരാരും കഴിക്കില്ല അത്. അപ്പോൾ ഞാൻ മാത്രം അത് കഴിക്കുള്ളൂ. ഞാനും ഡോണും കഴിക്കും കേട്ടോ. ബാക്കി ആരും അതൊന്നും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതിങ്ങനെ ശേഖരിച്ചൊരു പാത്രത്തിലാക്കി വെച്ചിട്ട് 2 ആഴ്ചത്തെ കൂടെ ഒന്നിച്ചെടുത്തിട്ട് അത് റോസ്റ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്യാറ്.
അപ്പോൾ ഇത് 3 ടൈപ്പ് മീനാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നത്. അപ്പോൾ അത് 3ഉം ദേ കഴുകി ക്ലീൻ ചെയ്ത് അവർ ഇങ്ങനെ ക്ലീൻ ചെയ്ത് അവിടെ വയ്ക്കും. പാത്രങ്ങൾ ഇന്നത് എന്നുള്ളത് ഞാൻ എടുത്ത് കൊടുത്ത് അതിൽ എൻ്റെ വകയാണ് കേട്ടോ വെക്കൽ. ഇതിപ്പോൾ അത് ഈ ആഴ്ച തൊട്ട് തുടങ്ങിയതാണ് ഈ മറ്റേ ബോൺലെസ് ചിക്കൻ. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ പോയിട്ട് അവിടെ പറഞ്ഞപ്പോൾ എല്ലുമെന്ന് ശരിക്കും ഇങ്ങനെ ഊർന്ന് എല്ലാ മാംസവും എടുത്തു അത്രേ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലുമ്മ ഉള്ള ഇറച്ചി ഡിവൈൻ കഴിക്കില്ല. അപ്പോൾ എപ്പോഴും അത് എപ്പോഴും വേസ്റ്റ് ആവും. അപ്പോൾ ഡിവൈൻ കഴിച്ചതിൻ്റെ ആ ഇതെടുത്തിട്ട് ഡോണോ ഞങ്ങളാരെങ്കിലും കഴിക്കിച്ചപ്പോൾ എല്ലുള്ള ചിക്കൻ കഴിക്കാൻ ഇത്തിരി വിഷമമാണ്, കുട്ടികൾക്കായാലും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ആഴ്ച തൊട്ട് ഇവർ ചെയ്തതാണ്. അവിടെ പോയി പറഞ്ഞപ്പോൾ അവർ എല്ലുമെന്ന് മാക്സിമം ഇങ്ങനെ ഊർത്തെടുത്തിട്ട് ലെഗ് പീസൊന്നും ഇല്ല, ഒക്കെ ബോൺലെസ് മാത്രം. പിന്നെ ഈ കഴുത്തിൻ്റെ ഇതിൻ്റെയൊക്കെ പീസുകൾ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു അത് സൂപ്പ് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ മാറ്റി ഒരു ബോക്സിലാക്കി വെച്ചു. മറ്റേ ബോൺലെസ് 2 പാത്രത്തിലാക്കി മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് മിളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബജ്ജി മിളക്. പിന്നെ എന്താ പറയുക, തക്കാളി സാധാരണ വാങ്ങിക്കുന്ന സാധനങ്ങൾ, തക്കാളി, പിന്നെ ഇത് മറ്റേ വേപ്പില, പച്ചമുളക്, അങ്ങനെയുള്ളത്. അപ്പോൾ ഇത് അമൂലിൻ്റെ പിസ്സ ഇവർ കാലത്ത് വരണോട് കൂടി റിലയൻസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങി കുറച്ച് സാധനങ്ങൾ, കുറച്ച് പലചരക്ക് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ച്, പലചരക്കല്ല ബിസ്ക്കറ്റാണ് മെയിനായിട്ട് വാങ്ങിക്കാൻ പോയത്. അപ്പോൾ ഒരു കാശ്മീരി ചില്ലി അങ്ങനെ എന്തൊക്കെയോ 2-3 കൂട്ടം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും നെസ്റ്റോയിലേക്ക് ഒന്ന് പോകണം എന്ന് വിചാരിച്ചിരിക്കുന്ന ദിവസമാണ്. കാരണം ഈ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ അവിടുത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മൾ ഇടയ്ക്ക് ഒന്ന് പോകും. അപ്പോൾ സൺഡേ ആകുമ്പോൾ അത് ഒരു ഔട്ടിങ്, ചെറിയൊരു ഔട്ടിങ് അത്രയേ ഞാൻ പ്രതീക്ഷിക്കാറുള്ളൂ, ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഇതേ നല്ല ഇറച്ചി, നല്ല കറുത്ത് വറുത്തിട്ട്, നമ്മുടെ ഡയോൻ്റെ ഫേവറേറ്റാണ് കേട്ടോ അത്. നല്ലോണം വറുത്തിട്ടുള്ള ഇറച്ചി, ബീഫ്, പിന്നെ നല്ല മീൻകറി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്നത്തെ ഊണ്. പിന്നെ ക്യാബേജ് ഉപ്പേരി, സാലഡ്. അപ്പോൾ സാലഡിൽ തൈര് ഒഴിക്കാണ്ടുള്ള സാലഡ്. അപ്പോൾ മീനിന് പാല് പിഴിഞ്ഞപ്പോൾ കുറച്ച് പാല് ബാക്കി വന്നപ്പോൾ ഡിമ്പിൾ അതുകൊണ്ട് 2 കിണ്ണത്തപ്പം ഉണ്ടാക്കിയതാണ്. ഒരു കിണ്ണത്തപ്പം ഞങ്ങൾ ഊണ് കഴിക്കുമ്പോൾ തന്നെ തിന്നു, ഒരെണ്ണം അവിടെ വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ തന്നെ തിന്നു കേട്ടോ. അത് കഴിഞ്ഞ് സുഖമായിട്ട് എല്ലാവരും കിടന്ന് ഉറങ്ങിയ നേരത്താണ് ഡിവൈൻ വിളിച്ചിട്ട് പറഞ്ഞത് അത്യാവശ്യമായിട്ട് അവർ സ്റ്റിച്ചിങ് സെൻറ്ററിലേക്ക് പോകേണ്ട കാര്യമുണ്ട്, പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ നിങ്ങൾ പോയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡാഡി പോയി ഗേറ്റൊക്കെ തുറന്നു കൊടുത്തു. അപ്പോൾ ഡോൺ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയിട്ട് വരുമ്പോൾ വേണമെങ്കിൽ നെസ്റ്റോയിലേക്ക് പോവാം. അപ്പോൾ ഡിമ്പിൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു ഇല്ല, ഞാനില്ല കേട്ടോ. കാരണം പാച്ചുവിന് ഒരു ചെറിയൊരു ചുമയും, അവനെങ്ങനെയാണെന്ന് വെച്ചാൽ മരുന്ന് കഴിക്കാൻ കൂട്ടാക്കണില്ല. നമ്മുടെ താളവട്ടത്തിലെ മോഹൻലാലിൻ്റെ പോലെയാണ്, ഗുളിക കഴിച്ച്. ഇന്നിപ്പോൾ ഡിമ്പിൾ പറയുന്നുണ്ട് കുളിക്കാൻ നിന്നപ്പോഴാണ് ഫ്രോക്ക് ഊരിയപ്പോൾ 3 ഗുളികയൊക്കെ എടുക്കണമെന്ന്. ഇവളുടെ മനസ്സിലെങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചു ഗുളിക കഴിച്ചിട്ടാണ് ഇവളുടെ മേത്ത് കിടന്നുറങ്ങണേന്ന്. ഇവൻ ഇതിങ്ങനെ ഓരോന്ന് തുപ്പിക്കളയായിരുന്നു, ഹോമിയോൻ്റെ ഗുളികയാണ്. അപ്പോൾ അവൻ മരുന്ന് കഴിക്കില്ല, മറ്റേ സിറപ്പായാലും കഴിക്കാൻ കൂട്ടാക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പനിയോ ചുമയോ മാറണ്ടേ, മരുന്ന് കഴിച്ചാലല്ലേ ഇത് മാറുള്ളൂ. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ മോനെയും കൊണ്ട് പുറത്തേക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പുറത്ത് പോയിട്ട് വേഗം വന്നു കേട്ടോ. വന്നതിന് ശേഷം ഞാനൊന്ന് പോയിട്ട് ഡ്രസ്സ് മാറി, മാമ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡ്രസ്സ് മാറിയത്. അങ്ങനെ ഞങ്ങളിതേ പുറത്ത് പോയി. അവിടെ നിന്ന് ഞാനും ഡാഡിയും ഡോണും കൂടിയിട്ടാണ് പോണ വഴിക്ക് ഇതാ പെട്രോൾ. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ 2 ആളെ കണ്ടപ്പോൾ ഇത് ആരാണാവോ എന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഒന്ന് എന്താ പറയുക ഒന്ന് നിർത്തിയത് കേട്ടോ. പെട്രോൾ പമ്പിൽ കയറിയത് എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. അവിടെ നിന്ന് അങ്ങനെ തന്നെ പാട്രായ്ക്ക് വഴി ഞങ്ങൾ നമ്മുടെ നെസ്റ്റോയിലേക്ക്. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ കേട്ടോ പാട്രായ്ക്ക് വഴിയുള്ള ഈ യാത്ര. മറ്റേത് നമ്മൾ ഈ വഴി പോയിരുന്നത് അക്കിയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ അക്കി സെപ്റ്റംബറോട് കൂടിയിട്ട് മിക്കവാറും നമ്മളുടെ അടുത്തേക്ക് വരും. അപ്പോൾ എന്താ പറയുക, ഞാൻ പറയാമായിരുന്നു അതോട് കൂടിയിട്ട് ഇവിടെ ഹൈലൈറ്റ് നമ്മുടെ എന്തിട്ട് മാളുകൊണ്ട് ഇവിടെ വരുന്നില്ലേ, അതും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്കുള്ള പോക്ക് നമ്മൾ ഉണ്ടാവില്ല. മറ്റേത് അക്കിയുടെ അവിടേക്ക് പോവും, അതോടുകൂടി നെസ്റ്റോയിലേക്ക് പോവും, അല്ലെങ്കിൽ നെസ്റ്റോയിലേക്ക് പോവും, അക്കിയുടെ അവിടേക്ക് പോവും, അങ്ങനെയായിരുന്നു. ഇനിയിപ്പോൾ ആ ഒരു പോക്ക് കുറയും. അങ്ങനെ ഞങ്ങൾ കയറുമ്പോൾ തന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 8 മണിയൊക്കെ ആയിട്ടുണ്ട് ചെല്ലുമ്പോൾ. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആ സമയത്ത്. കണ്ടമാനം ബിസ്ക്കറ്റുകളും സംഭവങ്ങളും ഒക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ. അപ്പോൾ ഓഫർ എന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ടുള്ള ഓഫേഴ്സൊന്നുമില്ല. എന്നാലും ചില സാധനങ്ങൾക്ക് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന കുറച്ച് സാധനങ്ങൾക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാവർക്കും അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മളിപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ വീട്ടു സാധനങ്ങൾക്ക് വില കുറയുമ്പോഴാണ് എന്നെ സംബന്ധിച്ച് ഞാൻ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറയുക. വീട്ടു സാധനങ്ങൾ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് വില കുറയുമ്പോഴാണ്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുക കോസ്മെറ്റിക് ഐറ്റംസത്തിന് വില കുറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര ഡിസ്കൗണ്ടാണ് എന്ന് പറയില്ല ഞാൻ. പിന്നെ ഫുഡ് കൗണ്ടറിൽ അവിടെ ഭയങ്കര തിരക്കും ഭയങ്കര വില കുറവുമായിരുന്നു കേട്ടോ. അതായത് മറ്റേ എന്ത് ചിക്കനാണ്, ഗ്രിൽഡ് ചിക്കനൊക്കെ 199 രൂപ ഫുൾ ഗ്രിൽഡ് ചിക്കന്.
പിന്നെ അപ്പോൾ അവിടെ വെച്ചിട്ട് ദേ നമ്മളൊരു ഫാമിലീനെ കണ്ടതാട്ടോ. നല്ല ഒരു എന്താ പറയുക, അവർ ഓടി ചിലവർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ കണ്ടാലും അവർ മറഞ്ഞ് നിൽക്കുള്ളൂ, ഒന്നും സംസാരിക്കുന്നില്ല. ഇവർ വേഗം ഓടി വന്നിട്ട് ആൻറ്റിയുടെ വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ ഞാൻ അവരെ ചേർത്ത് നിർത്തി വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നാളെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേസ് കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് നിർത്തിയതാട്ടോ. അപ്പോൾ നല്ലൊരു ഫാമിലി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കുറേ പേര് വന്നെങ്കിലും ഇവർ ഓടി വന്ന് നമ്മളോട് എന്താ പറയുക, നമ്മൾ എത്രയോ നാൾ പരിചയമുള്ള പോലെ സംസാരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഇഷ്ടം, നമ്മളുടെ അവിടെ അടുത്ത് നിൽക്കുന്ന പോലെ ഒരു തോന്നലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ നിൽക്കുമ്പോഴാണ് ദേ ഇവിടെ ഇങ്ങനെ ഐസ് ഇങ്ങനെ എന്തെന്നാ ചുരണ്ടി ഐസ് എന്നാ അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മറന്നുപോയി. അങ്ങനെ ഇരിക്കണു. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഐസ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഫുള്ളിങ്ങനെ നിറച്ച് നല്ലോണം കേട്ടോ നിറച്ചിട്ടിട്ട് ഇത് മാങ്ങ ഒക്കെ കുഞ്ഞുകുനാന്ന് എരിഞ്ഞിട്ടുള്ളതാണ് ഈ റെഡ് കളർ കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടെ പിക്കിളും ഉണ്ട്, അച്ചാറുകളും ഉണ്ടായിരുന്നു കേട്ടോ. അതാ കണ്ടോ ചുരണ്ടി ഐസ് അങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഈ എരിവുള്ളതിൽ ഇത് മാങ്ങയൊക്കെയാണ് കേട്ടോ അതൊഴിച്ചു. പിന്നെ ഇത് മധുരമുള്ള എന്തോ ആണ്, എൻ്റെ പഞ്ചസാര പനി ഞാൻ തോന്നുന്നുണ്ട്, എന്തിട്ടാണാവോ എനിക്ക് അറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ കുറച്ച് പൊട്ടുകടലയും ഇതും കൂടി ഇട്ടിട്ടാണ് നമ്മൾക്ക് സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി. പിന്നെ കസ്കസും ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ഇട്ട് നന്നായി ഇളക്കിയിട്ടാണ് നമുക്ക് തരണത്. അപ്പോൾ ആദ്യം ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ടെസ്റ്റ് ഡോസ് ഇവിടെ ഡോണാണ് കഴിക്കല്ലാതെ കേട്ടോ. അപ്പോൾ ഡോണിന് കൊടുത്തു. അപ്പോൾ ഡോൺ കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞു കൊള്ളാം മമ്മി, കുഴപ്പമില്ല, ധൈര്യമായിട്ട് വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഡാഡി മോളും അങ്ങനെ എല്ലാതും കഴിക്കുന്ന രണ്ട് പേരല്ല കേട്ടോ. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ നോക്കി ഡിംപ്ലാൻസ് എല്ലാതും ഇങ്ങനെ മണത്തൊക്കെ നോക്കിയിട്ട് അവൾ വളരെ അപൂർവം കുഞ്ഞിലേ തൊട്ട് ഞാൻ ഇന്ന് പറയായിരുന്നു, കുഞ്ഞിലേ നല്ല അടിച്ച് വളർത്തിയെങ്കിൽ നീ ഇതെല്ലാം കഴിച്ചു പഠിച്ചേനെ എന്നുള്ളത്. അങ്ങനെ സാധാരണ ഒന്നും കഴിക്കില്ല. അപ്പോൾ ഡോൺ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല മമ്മി കഴിച്ചോ വാങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ഒരെണ്ണം കൂടി പറഞ്ഞ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഡാഡിക്കും കൊടുത്തപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഡാഡിക്കും ഒരെണ്ണം പറഞ്ഞ്, അപ്പോൾ ഞാനും ഡാഡിയും കൂടി ഒരെണ്ണം കഴിച്ചുള്ളൂ. കാരണം അത് ഫുൾ ഐസ് ചുരണ്ടിയത് കേട്ടോ, നല്ല തണുവാണ്. എന്നെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് അത് കഴിക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ ഒരേ പൂതിയല്ലേ, നാളെ മേലക്കാതെ എന്തുട്ടണാവോ എന്ന് വിചാരിക്കണ്ടല്ലോ. അപ്പോൾ ഈ മോനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ എൻ്റെ വിചാരം ചാക്കോച്ചൻ ഇത് എന്ത് ഇവിടെ ഇരിക്കണേന്നാ. പിന്നെ നോക്കിയപ്പോഴാണ് ഞാനൊരു നിമിഷം മറന്നുപോയി, ഞാൻ കുട്ടികളുടെ കൂടെ അല്ല വന്നിട്ടില്ല. കാരണം ഞങ്ങളിങ്ങനെ വരാറില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 3 ആഴ്ച മുമ്പ് ഒരു ദിവസം ഞായറാഴ്ച രാവിലെയാണ് ഇങ്ങനെ വന്നത്. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് എന്താ പറയുക ബില്ലിട്ടു. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്ര രൂപ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 രൂപയ്ക്ക് പഞ്ചസാര. സാധാരണ റിലയൻസിലാണ് പതിവ് കേട്ടോ. 1500 രൂപയ്ക്ക് മേലെ അല്ല, ഇപ്പോൾ 2000 രൂപ മേലേക്കായ 9 രൂപയ്ക്ക് പഞ്ചസാര. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 1500 മേലെ ആയിക്കഴിഞ്ഞാൽ 1 രൂപയ്ക്ക് പഞ്ചസാര കിട്ടിയത്രേ. അപ്പോൾ ഡാഡിക്ക് 3 പാക്കറ്റ് പഞ്ചസാര കിട്ടിയിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നല്ല തിരക്ക്. അപ്പോൾ ഞാനിവിടെ പുറത്ത് ഇങ്ങനെ മിണ്ടാണ്ട് അവിടെ ഒരുത്തിൽ ഒതുങ്ങി നിന്നു. ഇരിക്കാൻ നോക്കിയപ്പോൾ ഫുള്ളാണ് എല്ലാത്തിലും. കാരണം നമ്മളുടെ കൂടെ വന്നിട്ടുള്ളൊരു ബില്ല് ചെയ്യാൻ നിൽക്കുമ്പോൾ മറ്റൊരു വന്ന് റെസ്റ്റ് ചെയ്യണ ചെയറാണ്. അവിടെ 10-12 ചെയറുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനവിടെ അങ്ങനെ നിന്നു, ഓരോ ഭാഗങ്ങൾ നോക്കിയിട്ട് അങ്ങനെ നിന്നു. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ വൈകുന്നേരം ഞാൻ നിങ്ങളോടൊക്കെ പറയാറില്ലേ, നമുക്ക് സമയം കിട്ടുമ്പോൾ ഒന്നും വാങ്ങിക്കണം എന്നൊന്നുമില്ല. നമ്മൾ ഒരാഴ്ച ഞായറാഴ്ച ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ഇതുപോലെ ഏതെങ്കിലും ഒരു മോളിലൊക്കെ കയറി കുട്ടികളെയും കൊണ്ട് ചുറ്റി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുക. 3-4 നിലയുണ്ടല്ലോ, അതെല്ലാം നടന്ന് കാണുമ്പോൾ കുട്ടികൾക്കും അതെ. നമ്മൾ വിദേശത്തൊക്കെ പോയിട്ട് മോൾ അവിടെ പോയിട്ട് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഇപ്പം നമ്മളുടെ കൺവെട്ടത്ത് നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് ബസ്സിന് പോകാവുന്ന ദൂരത്തുണ്ട്, അല്ലെങ്കിൽ വേണ്ട ഓട്ടോയിൽ, അല്ലെങ്കിൽ വേണ്ട സ്വന്തം കാറിൽ, എങ്ങനെ വേണമെങ്കിൽ പോകാവുന്ന ദൂരത്ത് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ മറ്റു കുട്ടികൾ ഞങ്ങളിതേ അവിടെ പോയി ഇവിടെ പോയി എന്ന് പറയുമ്പോൾ നമ്മളുടെ മക്കൾ ഒരിക്കലും അയ്യോ ഇത് എവിടെയാണ് ഞങ്ങൾ പോയിട്ടില്ലല്ലോ എന്ന് തോന്നരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റാവുന്ന പോലെ ഉള്ള കാലം നമ്മൾ അവരെ കൊണ്ടു നടക്കണം. ഇത് അവിടെ നിന്ന് ഞങ്ങൾ പോരുമ്പോൾ വാസന്തിയുടെ വീട്ടിലേക്ക് ജസ്റ്റ് കയറിയത്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കൂടെ പോരണം. അപ്പോൾ ഇന്ന് മറ്റേ എന്ത് വഴിയാണ്, കുന്നത്തുങ്കര വഴിയാണ് വന്നത്. അപ്പോൾ അതിലേക്ക് കടന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കയറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പോയി കണ്ട്. അപ്പോൾ വാസന്തിയുടെ ഹസ്ബൻഡിന് വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അപ്പം തന്നെ ഞാൻ വന്നുട്ടോ. കാരണം കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കുട്ടികൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു. കാരണം നമ്മൾ ഈ ചെറിയ കുട്ടികൾ അപ്പന്മാർ രാത്രി പീടിക പൂട്ടിയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കയ്യിൽ മിഠായും കൊണ്ട് വരില്ല. അതുപോലെ 2 ആൾ അവിടെ കാത്തിരിക്കുക. എന്തിനാ അറിയോ, നെക്സ്റ്റ് വരുമ്പോൾ മമ്മി എന്തായാലും എന്തെങ്കിലും കൊണ്ടുവരാണ്ടിരിക്കില്ല എന്നറിയാം. അതുകൊണ്ട് 2 എണ്ണം കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ കാത്തിരിപ്പിന് ഞാൻ സങ്കടമൊന്നും വരുത്തിയില്ല. അവർക്കറിയാം മമ്മി പോയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള സാധനങ്ങൾ കൊണ്ടേ വരുള്ളൂ എന്ന്. അപ്പം ഞാൻ അവിടെ കയറിയ വഴിക്ക് ഡോണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ കുട്ട എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇവർ
ഡോൺ ഫോൺ ചെയ്ത് ഡിംപിളിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് ഡോൺ ഓൾറെഡി അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ NFC ചിക്കൻ, അതായത് അവരുടെ മറ്റേ നെസ്റ്റോക്കാരുടെ ഫ്രൈഡ് ചിക്കൻ, പിന്നെ ഗ്രിൽഡ് ചിക്കൻ, പിന്നെ ബിരിയാണി. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ശരിക്കും വാങ്ങിക്കുന്നത് ഈ ഫുഡ് കോർട്ടിൽ നിന്ന് ഇതാണ്. കാരണം ചിക്കനൊക്കെ ഭയങ്കര വില വ്യത്യാസമാണ്. ഒരു ഫുൾ ഗ്രിൽഡ് ചിക്കന് 199 രൂപയാണ്, അതായത് 200 രൂപയാവുള്ളൂ ഫുൾ ഗ്രിൽഡ് ചിക്കന്. അതുപോലെ ബിരിയാണി ആയാലും 1 കിലോ 99 രൂപ, അതായത് 100 രൂപ. ശരിക്കും ആ കണ്ടെയ്നർ 100 രൂപയുടെ ബിരിയാണിയാണത്. പിന്നെ നമ്മളുടെ ഓരോ പീസ് 5 പീസ് മറ്റേ എന്തൊട്ട് ചിക്കനാണ് അതെന്തോ ആണ്. അപ്പോൾ അവിടെ വരുന്നവരുടെ കയ്യിലൊക്കെ ഇതാണ് കൂടുതലായിട്ട് ഉള്ളത് കേട്ടോ. അങ്ങനെ ഞായറാഴ്ച ദിവസം നിങ്ങൾക്കറിയാം, ഞാൻ പറയാറില്ലേ, ശനി ഞായർ മിക്കവാറും വെള്ളി ഉണ്ടാവും, 3 ദിവസം നമ്മൾ ഈ രാത്രി ഇരുന്നിട്ട് കുറേ നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് സംസാരിച്ചിട്ടാണ് ഒക്കെ പിരിയുക. അതുപോലെ തന്നെ കുറേ നേരം സംസാരിച്ച് ശരിക്കും 12 മണി ആവാറായിട്ടുണ്ട്. ഡിവൈൻ കുട്ടികൾ നേരത്തോടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡിവൈനും ഡോണും പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ഡിംപിളിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പാച്ചുദേ ഉറങ്ങാൻ പോണു. അപ്പോൾ എന്താ പറയുക, ടാറ്റ ബൈ 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 പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഗുളികയൊക്കെ കൊടുത്തെങ്കിലും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നാളെ ഉച്ചയോട് കൂടിയിട്ട് കുറവില്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ചുമ കാണാനില്ല, ചില നേരത്തെ ഒരു കള്ളച്ചുമയാണ്. അത് കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിനിടയിൽ 3-4 വട്ടം ഞാൻ ചുമച്ച് പോസ് ചെയ്തിട്ടാണ് രണ്ടാമതും മൂന്നാമതും ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കണത് കേട്ടോ. അപ്പോൾ അത് എൻ്റെ സാമർത്ഥ്യമാണ്. ഞാൻ ഐസ് ചുരണ്ടിയതാണ് ഇന്ന് കുടിച്ചത്. അപ്പോൾ പിന്നെ കുട്ടികളെ കുറ്റം പറയാൻ പറ്റുമോ? നമ്മളോ ഇങ്ങനെ, പിന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കളെ കുറ്റം പറയുക? അപ്പോൾ അങ്ങനെ എന്നാലും ഇത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഒതുക്കാൻ നിന്ന കാര്യമില്ല, കാരണം കുറേ ലേറ്റായി. കാരണം ഇന്ന് വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ അവർ പുറത്ത് പോയ വിശേഷം, അത് കഴിഞ്ഞ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പോയ വിശേഷം, ഞങ്ങൾ വന്ന വിശേഷങ്ങൾ, പോയി വന്ന വിശേഷം, അങ്ങനെ കുറേ പലതരം വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി വന്നപ്പോൾ കുറേ അങ്ങോട്ട് ലേറ്റായി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒതുക്കലും പെറുക്കലൊക്കെ അവിടെ കിടക്കട്ടെ. കാരണം ഇവർ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന പച്ചക്കറികളും മറ്റേ ഇറച്ചി മീനൊക്കെ ഒതുക്കി കഴിഞ്ഞു. പക്ഷേ പലചരക്ക് സാധനങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നാളെ ആവാം, ഇനിയിപ്പോൾ വയ്യ. അപ്പോൾ ഞാൻ കൊണ്ടുവന്നതും ഉണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ അവിടെ തന്നെ വെച്ച് വെള്ളം മാത്രം വെച്ചു ഫ്രഷായിട്ട്. നാളെ കാണാൻ ഞാൻ നിറച്ച് വെക്കാറുണ്ടല്ലോ, അത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രം ഞാൻ രണ്ടാമത് കൊണ്ടുപോയി നിറച്ച് വെച്ചു. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചു. അപ്പോൾ നാളേക്കുള്ള ബ്രെഡും സ്റ്റൂവാന്ന് തോന്നുന്നുണ്ട്, ബ്രെഡും ചിക്കൻ കറിയാന്ന് തോന്നുന്നുണ്ട്. നാളേക്കുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് വെച്ച് ഞാൻ വേഗം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി നല്ലോണം സമയം ലേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വോയിസ് ഓവറും കൊടുത്ത് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ പറഞ്ഞ നേരം, അതുപോലെ ഇന്ന് കണ്ടമാനം ഓർഡേഴ്സ് വന്നിട്ടുണ്ട്, അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് നോക്കാൻ. കണ്ടോ, ഓൾറെഡി 12:15 ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു അരമണിക്കൂറെങ്കിലും കഴിയാണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ 12:45 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് വേണം എനിക്ക് ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ കഴിച്ച് കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് നാളെ കാണാം.